ഈ തോട്ടപ്പള്ളിയിലെ ചാകര തുടങ്ങിയ വിവരം ശരിക്കും പറഞ്ഞാൽ പൊതുജനം അറിഞ്ഞിട്ടില്ല. ഏവർക്കും നമസ്കാരം. കായലും കടലും സംഗമിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിലെ ഒരു കാഴ്ചയാണ്. തോട്ടപ്പള്ളി ഹാർബറിൽ മഴയും അത് ട്രോളിങ് നിരോധനവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. എങ്കിലും ഇവിടുത്തുകാർക്ക് ഒരു ആശ്വാസം, ഇവിടെ തോട്ടപ്പള്ളിയിൽ ചാകര പ്രത്യക്ഷപ്പെട്ടു. ചെറിയ മീനുകളൊക്കെ വന്നു തുടങ്ങി. മത്തിയും മറ്റുമൊക്കെ കുറച്ചേ വരുന്നുള്ളൂ, വലിയ മീനുകൾ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആരംഭമാണ്. ചാളയ്ക്ക് 400 രൂപയൊക്കെ ഉള്ളപ്പം ഇപ്പം നമുക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. തോട്ടപ്പള്ളിയിലെ ചാകര. ഓരോ മക്കളെ തോട്ടപ്പള്ളിയിലേക്ക് പോരെ, ഇഷ്ടം പോലെ മീൻ കൊണ്ടുപോകാം. 600, 700, 750, 800, 850, 850, 850, 850, 850, 850, 900, 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 1000, 1000, 1000, 1000, 1000, 1000, 1000, 1000. ദാണ്ട ചാകര പോകുന്ന ചൂടയാണ് തോട്ടപ്പള്ളി ചാകര. എല്ലാവരും പോരെ. മീനിന് വിലയാണെങ്കിൽ ഇവിടെ ഭയങ്കര ലാഭമാണ്. ചെറിയ മീനാണ്. ഈ പൊള്ളുന്ന മീൻ വരയിൽ നിങ്ങൾക്കൊരാശ്വാസം. തോട്ടപ്പള്ളിയിലേക്ക് പോരെ. ഇനിയും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വള്ളങ്ങളൊക്കെ ഇങ്ങോട്ടൊരു ഒഴുക്കായിരിക്കും. ഈ ചാകര അവർക്കൊരു വലിയ, ഈ അവസരത്തിലൊരു വലിയ ഗുണമാണ് ചെയ്യുന്നത്. മത്സ്യം ഉൾക്കടലിൽ അല്ലെങ്കിൽ പോലും ഇവിടെ സുലഭമായി കിട്ടുന്നു. അപ്പം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇനിയും ദൂരെ നിന്നൊക്കെ നമ്മുടെ മത്തിയൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട്. ചെറിയ മത്തിയൊക്കെയാണ്. മത്തിയൊക്കെ കുറവാണിന്ന്. എന്താ ഹാർബറിന്റെ പ്രശ്നം? എന്താ തോട്ടപ്പള്ളി ഹാർബറിന്റെ പ്രധാന പ്രശ്നം? എന്താ? തോട്ടപ്പള്ളി ഹാർബർ ആഴക്കുറവാണ്. വലിയ വള്ളങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലല്ല ഇതിന്റെ നിർമ്മാണം. ഇപ്പൊ ഈ ചാകരയുടെ ഇതുള്ളതുകൊണ്ട് ചാകരയുള്ള സ്ഥലത്തോട്ട് മണ്ണ് വെക്കും. അപ്പൊ മണ്ണ് വെക്കുമ്പോൾ വള്ളങ്ങൾ കയറി വരാൻ പറ്റും. ഡ്രഡ്ജ് ചെയ്യണം. ആഴം കൂട്ടിയാലേ വലിയ വള്ളങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ വേറെ എങ്ങും ചാകരയുടെ പ്രതിഭാസം ഇല്ല. ഇപ്പൊ ഈ ആലപ്പുഴ ജില്ലയിൽ ഈ വള്ളങ്ങളെല്ലാം കൂടെ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ചാകരയാണല്ലേ? ഇപ്പൊ ഇവിടെ ചാകരയാണ്. ചാകര എന്ന് പറയുമ്പോൾ ഈ തോട്ടപ്പള്ളി ഹാർബറിന്റെ വടക്കുവശം മാറി കിടക്കുവാണ്. പക്ഷെ ആ ചാകര എന്ന് പറയുമ്പോൾ മണ്ണ് വെച്ച് കഴിഞ്ഞാൽ വള്ളങ്ങൾക്ക് പിടിച്ച് പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ കല്ലിന്റെ സൈഡിന് ഇങ്ങനെ വന്ന് കിടക്കുക. നമുക്ക് ഇതൊക്കെ മുന്നേ ഉണ്ടായിരുന്നത് പുറക്കാട് പോലെ അങ്ങോട്ടൊക്കെ ചാകര ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണ് വെക്കുകയും വള്ളങ്ങൾക്ക് പിടിക്കുകയും നന്നായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു. സുഹൃത്തുക്കളെ, എനിക്കിവിടെ വന്ന് ഈ തിരക്ക് കണ്ടപ്പോൾ അതിശയം തോന്നി. ഈ മഴയത്ത് എന്താണ് ഇവിടെ തിരക്ക്? പക്ഷെ ഇവിടെ ചാകരയാണ്. തോട്ടപ്പള്ളിയിൽ ചാകര. മക്കളെ പോര് തോട്ടപ്പള്ളിക്ക്. വലിയ മീനൊന്നും ഇവിടെ കയറിയിട്ടില്ല. ഇവിടെ വേണ്ട ചൂടയും ചെറിയ മീനുകളൊക്കെയാണ്. വരും ദിവസങ്ങളിൽ ഇവിടെ വൻ മത്സ്യം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വേണ്ട കുറച്ച് മീൻ വാങ്ങിച്ച്. ഇതൊരു 400 രൂപയുടെ മീനാണ്. നമ്മൾ വെളിയിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ 600 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ചെറിയ മീനാണേലും ഫ്രഷ് മീനാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ തോട്ടപ്പള്ളി ഹാർബർ എന്ന് പറഞ്ഞാൽ വളരെ അശാസ്ത്രീയമായിട്ട് പണിഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് സൗകര്യമില്ല, മനസ്സിലായി. പിന്നെ പഞ്ചായത്തിൻ്റെ അതിക്രമങ്ങൾ, അത് കാരണം പല ബോട്ടുകളിലൂടെ വരുന്നില്ല. അങ്ങോട്ട് ഇറങ്ങുന്നതിന് കാശ്, ഒരാൾ കയറി വരുന്നതിന് കാശ്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഇറക്കിയിരിക്കുന്നു. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പല ബോട്ടുകളും അങ്ങനെ മറ്റുള്ള ഹാർബറിലേക്ക് ഐസൊക്കെ ഇങ്ങനെ കോരിയിടുന്ന ഒരു കാഴ്ചയാണ്. ഐസൊക്കെ വിൽക്കുകയാണ്. ഇനി ചെറിയ മീനാണ്, അറിഞ്ഞില്ലെന്നൊക്കെ പറയും. ഇവിടൊക്കെ ചെറിയ മീനൊക്കെയാണ് എന്നുള്ളത്. നല്ല മഴയാണ്. അപ്പം അവർ രാവിലെ വന്ന മീനുകൾ ഈ വീടുകളിലൊക്കെ ഇപ്പോൾ എത്തുന്നത് നല്ല ഫ്രഷ് മീനായിരിക്കും. ഇവിടുന്ന് വലിയ ഐസൊന്നും ഇടാതെ ഈ വെളുപ്പിനെ പോയി പിടിക്കുന്ന മീനുകളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മീൻ കിട്ടും ഇവിടുന്ന്. ഈ വണ്ടികളെല്ലാം 2 വീലറും അതുപോലെ 3 വീലറും ഒക്കെ ഇവിടെ കിടക്കുന്നത് ഈ മത്സ്യം ഇവിടുന്ന് കൊണ്ടുപോയി ഇതിൻ്റെ പ്രദേശങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശങ്ങളിൽ ഇവിടെ നിന്നാണ് മീൻ പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. തോട്ടപ്പള്ളിയിലെ ചാകര തുടങ്ങിയ വിവരം ശരിക്കും പറഞ്ഞാൽ പൊതുജനം അറിഞ്ഞിട്ടില്ല. അതാണ് ഈ തിരക്ക്. ഈ മഴയത്തും ദൂരെ നിന്നൊക്കെ വണ്ടികൾ ഇവിടെ വന്നു തുടങ്ങി. അവർ പറയുന്നത് ഈ ഹാർബറിലോട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുപോലെ വലിയ ബോട്ടുകൾ ഈ ചാകര വരുമ്പോൾ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ മണ്ണടിയുക എന്നുള്ളതാണ്. മണ്ണടിഞ്ഞ് കൂടുന്ന ആ പ്രദേശത്ത് മീനുകൾ സുലഭം. ഈ കൊട്ട ഇങ്ങനെ ഇറക്കുന്നതിന് ഒരു കൊട്ടയ്ക്കാണ് ഇവിടെ പൈസ കൊടുക്കുന്നത്. നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല, ഭയങ്കര തിരക്കാണ്. ഈ കൊട്ടകളുടെ കളറ് കണ്ടോ, നല്ല അടിപൊളി കളറ്, ഓറഞ്ച്, അങ്ങനെ പർപ്പിൾ, ഭയങ്കര പല മഞ്ഞ, ഭയങ്കര കളറുകളാണ്. ഈ കളറൊരു ഇവിടെ ഒരു സത്യം പറഞ്ഞ ഒരു അഴകാണ് ഇവിടെ. കാരണം ബോട്ടുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ ബോട്ടുകളൊക്കെ അടുക്കുന്നുണ്ട്, ഇങ്ങനെ കൊണ്ട് മത്സ്യം ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇത് വരുന്ന ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കുന്ന കാഴ്ചയാണ്. മഴ ഇങ്ങനെ നിൽക്കുന്നേ ഇല്ല. ഓരോ ആഴ്ചയും ഇങ്ങനെ ആന്ധ്രയിലും അല്ലെങ്കിൽ ലക്ഷദ്വീപിലും ഒക്കെ ഉണ്ടാകുന്ന സൈക്ലോൺ ഇങ്ങനെ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മേഖലകളിൽ പണിയെടുക്കുന്ന കാർഷിക മേഖല, മത്സ്യമേഖലയൊക്കെ ഒരു തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. കൃഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പണമെടുത്ത് നെൽകൃഷിയും മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്ന പഴയ മാതിരിയല്ല. ഇപ്പോൾ കൃഷിക്ക് നല്ല പ്രാധാന്യമുള്ള ഒരു സമയമാണ് കേരളത്തിൽ. എല്ലാവരും കൃഷിയിൽ ഏർപ്പെട്ടു. പക്ഷേ ഈ മഴ ചതിച്ചിരിക്കുകയാണ്. ഈ ചൂട, അറിഞ്ഞിലെന്നൊക്കെ പറയുന്ന ഒരു മീൻ തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിന് പല പേരുകൾ പറയുന്നുള്ളേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെറിയ ഈ ഞണ്ടുകളൊക്കെ ഉണ്ട്. കടൽ ഞണ്ട് നല്ല ടേസ്റ്റാണ്. അത് കറി വെക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷൻ അത് ശരിയായില്ലെങ്കിൽ അത് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നിങ്ങൾക്ക് വരും ദിവസങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒരു ദിവസം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. മായി വരുന്നു. അപ്പം ഇവർക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കരയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള സൗകര്യം ചെറു വള്ളങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ വലിയ വള്ളങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രഡ്ജിങ് ഒക്കെ നടത്തി യഥാവിധി പരിഹാരം ഉണ്ടാക്കിയാലേ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുള്ളൂ. ഈ ഒരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ചാകരയുടെ വിശേഷങ്ങൾ കാണിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.